ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുപ്പീനെ പെയിൻ്റൊക്കെ അടിച്ച് ഒരു പുതുപുത്തൻ കുപ്പിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പ്രേ ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണ്ടി വേറെ ബോട്ടിൽസും വേറെ രീതിയൊക്കെ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത കളേഴ്സ്. ഇനി നമുക്ക് സ്പോഞ്ചാണ് ആവശ്യമുള്ളത്. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ഇതിന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം വൈറ്റ് വെച്ചിട്ട് ബേസ് കോട്ട് അടിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് ചെയ്യുമ്പോഴും ബേസ് കോട്ട് അടിക്കാം, ഒരിക്കലും മറക്കരുത്. അപ്പോൾ ബേസ് കോട്ട് അടിക്കുകയാണ്. അത് നല്ല ഉണങ്ങും വേണം, ഉണങ്ങിയാലേ വൃത്തി ഉണ്ടാവുള്ളൂ. ഉണങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത കളർ അടിക്കുമ്പോൾ അത് ശരിയാവുകയില്ല. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിങ്ക് കൊടുക്കാം. പിങ്ക് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അടുത്ത മെയിനായിട്ടുള്ള കളർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം, ബ്ലൂവോ റെഡോ ഏത് കളറും ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള പിങ്കാണ്. അപ്പോൾ അടുത്ത പിങ്ക് വെച്ചിട്ട് നമുക്ക് പിന്നെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം. ആദ്യം ഡാർക്ക് പിന്നെ ലൈറ്റ്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡാർക്ക് എന്ന് പറയാൻ പറ്റാത്തൊരു ഡാർക്കായിട്ടുള്ളൊരു ഡാർക്ക് പിങ്ക് ചെയ്യുക, ഫുള്ള് കവർ ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് ലൈറ്റ് കളർ കൊടുക്കാൻ. ഇപ്പോൾ ഇത് നല്ല പെയിൻറ്റ് ചെയ്യണം. ഒരു ഭാഗവും ഇത് വിടാൻ പാടില്ല. അപ്പോൾ ഫുള്ള് പെയിൻറ്റ്. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇത് ഫുള്ള് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഉണങ്ങിയിട്ടുമുണ്ട്. ഇതധികം ഉണങ്ങേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടിക്കേണ്ടത് ലൈറ്റ് പിങ്കാണ്. അതും ഫുള്ള് കവർ ചെയ്യണം. നല്ല രസമാണ് ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യുക, എന്നിട്ട് ഇതൊന്നും ഉണങ്ങണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും സ്പ്രിങ്കിൾ ചെയ്തിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ലൈറ്റ് പിങ്കിൻ്റെയാണ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടേണ്ടത് ഇപ്പോൾ ഞാൻ ചെയ്യണത് സ്റ്റാർ സ്പ്രിങ്കിൾ ചെയ്യാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ലൈറ്റ് പിങ്കും പിന്നെ വൈറ്റുമാണ്. അതിങ്ങനെ ഫുൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പിങ്ക് ഇടാം. പിങ്കും കുറച്ച് ഗ്യാപ്പ് ഇടാം, എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടണ്ട എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.